Hello, all of you. Welcome to the third part of Concepts of Political Science. വരുന്ന 14-ാം തീയതിയാണ് നമ്മുടെ BA പൊളിറ്റിക്കൽ സയൻസിൻ്റെ കോർ പേപ്പർ എക്സാം നടക്കാനിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ അവസാനിപ്പിച്ചത് ജസ്റ്റിസിൻ്റെ നീതിയുടെ 4 പ്രധാന സോഴ്സുകൾ പറഞ്ഞിട്ടാണ്. നമുക്കിപ്പോൾ ഈ പാർട്ടിൽ പ്രധാനമായും ചർച്ച ചെയ്യാനുള്ളത് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ആണ്. അപ്പോൾ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം. ആദ്യമായിട്ട് റൈറ്റ്സിനെ കുറിച്ചാണ്. റൈറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ ഇൻസെപ്പറബിൾ ആയിട്ട് അതിൻ്റെ കൂടെ തന്നെ ഡ്യൂട്ടീസിനെ കുറിച്ചും പറയേണ്ടതുണ്ട്. അപ്പോൾ എന്താണ് റൈറ്റ്സ് എന്നതിൻ്റെ മീനിങ് എന്നൊക്കെയാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. റൈറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കതിനെ വളരെ ചുരുക്കിയിട്ട് ഇങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഒരു മാനുഷിക വ്യക്തിത്വം, ഹ്യൂമൻ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള കണ്ടീഷൻസ്, സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കുക, അതിനെ നമുക്ക് അവകാശമെന്ന് വളരെ ചുരുക്കിയിട്ട് നിർവചിക്കാം. റൈറ്റ്സ് ആർ ദോസ് കണ്ടീഷൻസ് ഓഫ് സോഷ്യൽ ലൈഫ് വിച്ച് ആർ എസെൻഷ്യൽ ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ പേഴ്സണാലിറ്റി. ഒരു സ്റ്റേറ്റ്, ഒരു അതോറിറ്റി, ഒരു ഗവൺമെൻറ് അവിടുത്തെ വ്യക്തികളുടെ, സിറ്റിസൻസിൻ്റെ ഹ്യൂമൻ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള കണ്ടീഷൻസുകൾ ഉണ്ടാക്കി കൊടുക്കണം. അതിനെയാണ് അവകാശം എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾക്കൊരു അവകാശം ഉണ്ടാകുമ്പോൾ അയാൾക്ക് മറുപുറത്ത് ഒരു ഡ്യൂട്ടി നിർവഹിക്കാനുണ്ട്. ഇപ്പോൾ എനിക്കൊരു അവകാശമുണ്ടെങ്കിൽ, എനിക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ടെങ്കിൽ മറ്റൊരാൾക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഞാൻ അയാൾക്കത് അനുവദിച്ചു കൊടുക്കണം. അതിന് ഞാൻ ഒരിക്കലും ഒരു ഭംഗം വരുത്തിക്കൂടാ, ഒരു തടസ്സമായിക്കൂടാ. അപ്പോൾ അതിന് തടസ്സമാവാതിരിക്കുക എന്നതാണ് എൻ്റെ ഡ്യൂട്ടി. ഇപ്പോൾ ഡ്യൂട്ടിയും റൈറ്റ്സും പരസ്പര പൂരകങ്ങളാണ്. Man is a social and a reasoning animal. He realizes that if he possesses the power of action, so do others. എനിക്കൊരു കാര്യം പ്രവർത്തിക്കാനുള്ള അവകാശം ഞാൻ അർഹിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരും അത് അർഹിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. Knowledge of these facts induces him to adjust his behavior in such a way that he allows others all those conditions which he wishes to have for himself. അപ്പോൾ ഒരു വ്യക്തി അവൻക്ക് ആഗ്രഹിക്കുന്ന കണ്ടീഷനുകളെ മറ്റുള്ളവർക്കും അനുവദിച്ചു കൊടുക്കാൻ അയാൾ തയ്യാറാകും. കാരണം അയാൾക്കറിയാം അയാൾക്ക് ആ ആക്ഷൻ ചെയ്യാനുള്ള അർഹതയുണ്ടെങ്കിൽ മറ്റൊരാൾക്കും അയാൾ ആഗ്രഹിക്കുന്ന ആക്ഷൻ ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്, റൈറ്റ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് അല്ലെങ്കിൽ അതോറിറ്റി എല്ലാ വ്യക്തികളും അവരുടെ റൈറ്റ്സിനെ പൂർണ്ണാർത്ഥത്തിൽ എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. Therefore, necessary to define and make them definite by incorporating them in the Constitution. ആ നിയമങ്ങൾ രൂപീകരിക്കലും റൈറ്റ്സുകൾ രൂപീകരിക്കലും എന്നിട്ട് ആ റൈറ്റ്സുകളെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തലും അനിവാര്യമാണ്. അങ്ങനെ വരുമ്പോൾ when rights are incorporated in the Constitution, they are called fundamental rights. അപ്പോൾ ഒരു അവകാശങ്ങളെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുമ്പോൾ അത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നറിയപ്പെടുന്നു. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ടോപ്പിക്ക് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് റൈറ്റ്സ്. റൈറ്റ്സിൻ്റെ വിവിധ ഇനങ്ങളാണ്. പ്രധാനമായും റൈറ്റ്സിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം: മോറൽ റൈറ്റ്സും ലീഗൽ റൈറ്റ്സും. മോറൽ റൈറ്റ്സിന് ചെറിയൊരു ഡെഫിനിഷൻ പറയാം. എ മോറൽ റൈറ്റ് ഈസ് എ റൈറ്റ് വിച്ച് ഈസ് ബേസ്ഡ് ഓൺ ദി എത്തിക്കൽ റൂൾസ് പ്രിവൈലിംഗ് എമംഗ് ദി പീപ്പിൾ. ആളുകൾക്കിടയിൽ പ്രചാരത്തിലുള്ള എത്തിക്കൽ റൂൾസിനെ അടിസ്ഥാനപ്പെടുത്തി വരുന്ന അവകാശങ്ങളാണ് മോറൽ റൈറ്റ്സ്. അപ്പോൾ അത് രൂപപ്പെടുന്നത് ആളുകൾക്കിടയിലെ ആചാരങ്ങളുടെയോ അല്ലെങ്കിൽ ഒരുപാട് കാലത്തെ ഉപയോഗത്തിൻ്റെയോ ഒക്കെ അടിസ്ഥാനത്തിലാണ്. Their existence is due to custom, long-standing usage and the forces of public opinion അല്ലെങ്കിൽ ഒരുപാട് കാലത്തെ യൂസേജ് അല്ലെങ്കിൽ ആചാരങ്ങൾ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് മോറൽ റൈറ്റ്സ് രൂപപ്പെടുന്നത്. ഒരിക്കലും ഒരു പക്ഷേ ആ അവകാശത്തിന്, മോറൽ റൈറ്റിന് നിയമത്തിൻ്റെ പിന്തുണയോ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ പിന്തുണയോ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു മാതാപിതാക്കളുടെ ഒരു അവകാശമാണ് മക്കളെ അവരെ ബഹുമാനിക്കുക എന്നത്. ഇനി ഒരു മകൻ മാതാപിതാക്കളെ ബഹുമാനിച്ചില്ല എന്നതുകൊണ്ട് അതൊരു ക്രൈമോ അല്ലെങ്കിൽ പണിഷബിളോ അല്ല നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ. പക്ഷെ പബ്ലിക് നോക്കുമ്പോൾ മോറൽ
റൈറ്റ് നോക്കുമ്പോൾ മോറൽ റൈറ്റിനെ ഹനിക്കലാണ്. അതുകൊണ്ട് ഒരു ലീഗലി റൈറ്റ് ആവാത്തത് കൊണ്ട് അത് പണിഷബിൾ അല്ല. ഇതാണ് മോറൽ റൈറ്റ്സ്. അടുത്തതായിട്ട് ലീഗൽ റൈറ്റ്സിൻ്റെ ചെറിയൊരു ഡെഫിനിഷൻ ഇവിടെ പറയുന്നുണ്ട്. എ ലീഗൽ റൈറ്റ് ഈസ് എ റൈറ്റ് വിച്ച് ഈസ് റെക്കഗ്നൈസ്ഡ് ആൻഡ് എൻഫോഴ്സ്ഡ് ബൈ ദ ലോസ് ഓഫ് ദി സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിലെ നിയമങ്ങൾ അംഗീകരിച്ചതും നിയമങ്ങളുടെ പിൻബലത്തോടെയുമുള്ള അവകാശങ്ങളെയാണ് ലീഗൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പണിഷബിൾ ആണ്. അത് ലംഘിക്കപ്പെട്ടാൽ ഒരു വ്യക്തിക്ക് കിട്ടേണ്ട അവകാശത്തെ ഒരാൾ ലംഘിച്ചാൽ അത് പണിഷബിൾ ആയിരിക്കും. Legal rights are guaranteed and upheld by the sovereign power of the state. They are regulated by the state through its laws. If any individual interferes with such a right of another person, he will be punished by the state. മറ്റൊരാളുടെ അവകാശത്തിൽ ഒരാൾ കയറി ഇടപെടുകയാണെങ്കിൽ അത് സ്റ്റേറ്റിൻ്റെ നിയമത്തിലൂടെ അത് പണിഷബിൾ ആയിത്തീരും, അത് ശിക്ഷാർഹമായിത്തീരും. പിന്നെ ലീഗൽ റൈറ്റ്സ് 3 ടൈപ്പ് ഉണ്ട്. സിവിൽ റൈറ്റ്സ്, പൊളിറ്റിക്കൽ റൈറ്റ്സ് ആൻഡ് എക്കണോമിക് റൈറ്റ്സ്. അവയ്ക്ക് ചെറുതായിട്ടൊന്ന് നമുക്ക് പരിചയപ്പെടാം. ആദ്യമായിട്ട് സിവിൽ റൈറ്റ്സ് ആണ്. സിവിൽ റൈറ്റ്സ് ആർ ജനറലി റിഗാർഡഡ് ആസ് ഫണ്ടമെൻ്റൽ ബിക്കോസ് ദേ കോൺസ്റ്റിറ്റ്യൂട്ട് എലമെൻ്ററി കണ്ടീഷൻസ് ഓഫ് സോഷ്യൽ ലൈഫ്. സിവിൽ റൈറ്റ്സുകളെ പൊതുവെ ഫണ്ടമെൻ്റൽ ആയിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. കാരണം ഈ സിവിൽ റൈറ്റ്സുകളാണ് സോഷ്യൽ ലൈഫിൽ, സാമൂഹിക ജീവിതത്തിൽ പ്രധാനമായും ഉണ്ടായിരിക്കേണ്ട പ്രാഥമിക സാഹചര്യങ്ങൾ രൂപപ്പെടുത്തുന്നത്. അപ്പോൾ സിവിൽ റൈറ്റ്സ് ഇല്ലെങ്കിൽ ഒരു സിവിലൈസ്ഡ് ലൈഫ് പോസിബിൾ അല്ല എന്നാണ് പറയുന്നത്. കാരണം പ്രധാനമായും ഒരാൾക്ക് ലഭിക്കേണ്ട മതിയായ സഫിഷ്യൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് സിവിൽ റൈറ്റ്സ് ഇല്ലെങ്കിൽ അയാൾക്ക് ലഭ്യമാകില്ല എന്ന് പറയുന്നു. സിവിൽ റൈറ്റ്സിൻ്റെ എക്സാമ്പിൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ റൈറ്റ് ടു ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി, ജീവിക്കാനും സ്വത്തിനുമുള്ള അവകാശം. ദി റൈറ്റ് ടു വർഷിപ്പ് ആൻഡ് റിലീജിയൻ, ആരാധനക്കും മതം സ്വീകരിക്കാനുമുള്ള അവകാശം. ദി റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് അസംബ്ലി. ഓക്കെ, ഇതൊക്കെയാണ് സിവിൽ റൈറ്റ്സിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത്. രണ്ടാമതായിട്ട് പൊളിറ്റിക്കൽ റൈറ്റ്സ് ആണ്. പൊളിറ്റിക്കൽ റൈറ്റ്സിൻ്റെ ചെറിയൊരു ഡെഫിനിഷൻ: ദി സിറ്റിസൺസ് മസ്റ്റ് ബി ഗിവൺ സഫിഷ്യൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ടു ടേക്ക് പാർട്ട് ഇൻ ദ അഫയേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ്. ഒരു രാഷ്ട്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കുറഞ്ഞ രൂപത്തിലെങ്കിലും സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മതിയാകുന്ന ഓപ്പർച്യൂണിറ്റീസ് നൽകപ്പെടണം. വ്യക്തികൾക്ക്, സിറ്റിസൺസിന്, പൗരന്മാർക്ക് രാഷ്ട്രത്തിൻ്റെ കാര്യങ്ങളിൽ ഏർപ്പെടാനുള്ള ഒരു സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നിർബന്ധമായി നൽകപ്പെടണം. അവിടെയാണ് പൊളിറ്റിക്കൽ റൈറ്റ്സ് എസ്റ്റാബ്ലിഷ്ഡ് ആകുന്നത്. സിവിൽ റൈറ്റ്സിൻ്റെ മൂന്നാമതൊരു ഐറ്റം എക്കണോമിക് റൈറ്റ് ആണ്, സാമ്പത്തികാവകാശം. നമ്മൾ എക്കണോമിക് ഇക്വാലിറ്റിയെ കുറിച്ചൊക്കെ പറയുന്നിടത്ത് എക്കണോമിക്സിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തതാണ്. അപ്പോൾ നിങ്ങളുടെ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ അതൊക്കെ ഇവിടെയും എഴുതി കൊടുക്കാം. അപ്പോൾ എക്കണോമിക് റൈറ്റ്സ് ഇല്ലാതെ സിവിൽ റൈറ്റ്സും പൊളിറ്റിക്കൽ റൈറ്റ്സിനും ഒരു അർത്ഥവും ഇല്ല എന്നാണ് പറയുന്നത്. കാരണം ഒരാൾക്ക് സാമ്പത്തികമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ മറ്റുള്ള അവകാശങ്ങളൊക്കെ അസ്ഥാനത്താണ്. അപ്പോൾ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താനുള്ള സാഹചര്യങ്ങൾ, കണ്ടീഷൻസ് ഒരു സ്റ്റേറ്റിൽ നിർബന്ധമായി ഉണ്ടായിരിക്കണം. The socialist thinkers argue that certain economic conditions are very essential for the economic and political progress of man. ഒരു വ്യക്തിയുടെ പൊളിറ്റിക്കൽ പ്രോഗ്രസിനും എക്കണോമിക് കണ്ടീഷൻസ് വളരെ നിർബന്ധമാണ് എന്നാണ് പറയുന്നത്. They hold that in order to live well and freely, a man must be free from the haunting fear of want and insecurity. അരക്ഷിതാവസ്ഥ, അതുപോലെ തന്നെ ആവശ്യങ്ങൾ, അങ്ങനെയുള്ള അതിനെക്കുറിച്ചൊക്കെയുള്ള പേടിയിൽ നിന്ന്, ഭയത്തിൽ നിന്ന് ഒരാൾ ഫ്രീ ആയിരിക്കണം. അപ്പോൾ മാത്രമേ ഒരാൾക്ക് കൂളായിട്ട് ജീവിക്കാൻ സാധിക്കുള്ളൂ എന്ന് സോഷ്യലിസ്റ്റ് തിങ്കേഴ്സ് വാദിക്കുന്നു. എക്കണോമിക് റൈറ്റിന് എക്സാമ്പിൾസ് പറയുമ്പോൾ എക്കണോമിക് റൈറ്റ്സ് ഇൻക്ലൂഡ് ദി റൈറ്റ് ടു വർക്ക്, ജോലി ചെയ്യാനുള്ള അവകാശം. പിന്നെ അതുപോലെ ദ റൈറ്റ് ടു അഡ്വക്കേറ്റ് വേജസ്, ഒരു പര്യാപ്തമായ വേതനം കിട്ടാനുള്ള അവകാശം. ഒരു ജോലി എടുത്തിട്ട് അതിന് കിട്ടേണ്ട ശമ്പളം കിട്ടാനുള്ള അവകാശം. ദി റൈറ്റ് ടു റീസണബിൾ ഹവേഴ്സ്. അടുത്തൊരു പ്രധാനപ്പെട്ട ടോപ്പിക്ക്
തിയറീസ് ഓഫ് റൈറ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന തിയറികളാണ്. പ്രധാനമായും 5 തിയറികളോട് പറയുന്നുണ്ട്. ദി തിയറി ഓഫ് നാച്ചുറൽ റൈറ്റ്സ്, ദി ലീഗൽ തിയറി ഓഫ് റൈറ്റ്സ്, ദ ഹിസ്റ്റോറിക്കൽ തിയറി ഓഫ് റൈറ്റ്സ്, ദി ഐഡിയലിസ്റ്റ് തിയറി ഓഫ് റൈറ്റ്സ്, സോഷ്യൽ വെൽഫെയർ തിയറി ഓഫ് റൈറ്റ്സ്. ഇങ്ങനെ 5 തിയറികളോട് പറയുന്നുണ്ട്. ഈ 5 തിയറികളെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. തിയറി ഓഫ് നാച്ചുറൽ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വക്താക്കൾ വാദിക്കുന്നത് ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ അയാൾക്ക് നാച്ചുറലായിട്ട് കിട്ടേണ്ട പ്രകൃതി അയാൾക്ക് കിട്ടേണ്ട ചില അവകാശങ്ങളുണ്ട്. ഇപ്പോൾ ജീവിക്കാനുള്ള അവകാശം, അങ്ങനെയുള്ള നാച്ചുറലി അയാൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ ഒരിക്കലും ഒരു സ്റ്റേറ്റിന് എടുത്തു കളയാൻ പറ്റില്ല എന്നാണ് തിയറി ഓഫ് നാച്ചുറൽ റൈറ്റ്സിൻ്റെ കണ്ടന്റ്. നെക്സ്റ്റ്, ദി ലീഗൽ തിയറി ഓഫ് റൈറ്റ്സ്. ലീഗൽ തിയറി ഓഫ് റൈറ്റ്സ് പറയുന്നത് നിയമങ്ങളെ ക്രിയേറ്റ് ചെയ്യുന്നതും അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും സ്റ്റേറ്റുകളാണ്. അപ്പോൾ അത് ലംഘിക്കപ്പെട്ടാൽ, ആ നിയമങ്ങൾ ലംഘിക്കപ്പെട്ടാൽ പണിഷബിൾ ആണ് എന്നാണ് ഇത് പറയുന്നത്. മൂന്നാമത് ദ ഹിസ്റ്റോറിക്കൽ തിയറി ഓഫ് റൈറ്റ്സ് ആണ്. അത് പറയുന്നത് റൈറ്റ്സ് ഹിസ്റ്ററിയുടെ ക്രിയേഷനാണ്, അല്ലാതെ സ്റ്റേറ്റിൻ്റെ ക്രിയേഷൻ അല്ല. മനുഷ്യൻ കാലങ്ങൾ കഴിയും തോറും മനുഷ്യൻ ഉണ്ടാക്കിയെടുത്തതാണ് റൈറ്റ്സിനെ. അപ്പോൾ ഒരിക്കലും സ്റ്റേറ്റിന് അത് എടുത്തു കളയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. നാലാമത് ദ ഐഡിയലിസ്റ്റ് തിയറി ഓഫ് റൈറ്റ്സ് ആണ്. ഇതിൻ്റെ വക്താക്കൾ വാദിക്കുന്നത് അവർ എല്ലാ എംഫസൈസും, എല്ലാ ഊന്നലും നൽകുന്നത് സ്റ്റേറ്റിനാണ്. ഒരു വ്യക്തിക്കും സ്റ്റേറ്റിനും ഇടയിൽ വല്ല പ്രശ്നങ്ങളും ഉണ്ടായാൽ വ്യക്തിക്കല്ല സ്റ്റേറ്റിനാണ് പ്രാധാന്യം കൊടുക്കപ്പെടേണ്ടത് എന്നാണ് ഇവർ പറയുന്നത്. എന്തും ത്യജിക്കാൻ, സ്റ്റേറ്റിന് വേണ്ടി എന്തും ത്യജിക്കാൻ സിറ്റിസൺസ് തയ്യാറാവണമെന്ന് ഇവർ വാദിക്കുന്നു. അഞ്ചാമതായിട്ട് വരുന്നത് സോഷ്യൽ വെൽഫെയർ തിയറി ഓഫ് റൈറ്റ്സ് ആണ്. അവകാശങ്ങളൊക്കെ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് സോഷ്യൽ വെൽഫെയർ തിയറി ഓഫ് റൈറ്റ്സിൻ്റെ ആകത്തുക. ഇപ്പോൾ നമ്മൾ ഈ 5 തിയറികളെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. തിയറി ഓഫ് നാച്ചുറൽ റൈറ്റ്സ്. അക്കോർഡിംഗ് ടു ദിസ് തിയറി, ദ പീപ്പിൾ ഇൻ ദി സ്റ്റേറ്റ് ഓഫ് നാച്ചർ, പ്രകൃതി എന്ന് പറയുന്ന സ്റ്റേറ്റിൽ വ്യക്തികൾ, അതായത് ഓരോ രാഷ്ട്രങ്ങളല്ല, പ്രകൃതിയ വ്യക്തികൾ ഹാഡ് ദ റൈറ്റ് ടു ലൈഫ്, ലിബർട്ടി ആൻഡ് പ്രോപ്പർട്ടി, സ്വത്തവകാശം, ജീവിക്കാനുള്ള അവകാശം, നാച്ചുറലി അവന് കിട്ടേണ്ട ചില അവകാശങ്ങളുണ്ട്. ഇറ്റ് ഈസ് ആർഗ്യൂഡ് ദാറ്റ് മാൻ ഈസ് ബോൺ വിത്ത് നാച്ചുറൽ റൈറ്റ്സ്. നാച്ചുറൽ റൈറ്റ്സുകളോട് കൂടെയാണ് ഒരു മനുഷ്യൻ ജനിക്കുന്നത്. ആൻഡ് such a state cannot deprive any man of his natural rights. ഒരു രാഷ്ട്രത്തിനും അവൻ്റെ നാച്ചുറൽ റൈറ്റ്സിനെ എടുത്തു കളയാനുള്ള അനുമതിയില്ല. കാരണം അത് അയാൾക്ക് പ്രകൃതി അനുവദിച്ചു കൊടുക്കുന്നതാണ്. ഒരാൾ ജനിക്കുന്നതോടുകൂടി അയാൾക്ക് ജനിക്കാനുള്ള അവകാശത്തെ പ്രകൃതി അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. The natural rights consist in the right to life, liberty and pursuit of happiness. സന്തോഷിക്കാനും ജീവിക്കാനും സ്വത്തിനുമുള്ള അവകാശങ്ങളൊക്കെയാണ് നാച്ചുറൽ റൈറ്റ്സിൻ്റെ കീഴിൽ വരുന്നത്. രണ്ടാമതായിട്ട് ദ ലീഗൽ തിയറി ഓഫ് റൈറ്റ്സ് ആണ്. ദി ലീഗൽ തിയറി ഓഫ് റൈറ്റ്സ് എക്സ്പ്ലെയിൻസ് ദാറ്റ് ദ സ്റ്റേറ്റ് ക്രിയേറ്റ്സ് ആൻഡ് മെയിൻറ്റെയിൻസ് റൈറ്റ്. രാഷ്ട്രങ്ങളാണ് അവകാശങ്ങൾ രൂപീകരിക്കുന്നതും അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും. എ റൈറ്റ് ഈസ് ദാറ്റ് ക്ലൈം വിച്ച് ദ ലോസ് ഓഫ് ദി സ്റ്റേറ്റ് സപ്പോർട്ട് ആൻഡ് ദയർ ഇൻഫ്രിഞ്ച്മെന്റ് ഈസ് പണിഷബിൾ. നമ്മൾ ആദ്യം പറഞ്ഞു വെച്ചു, ഒരു രാഷ്ട്രത്തിൻ്റെ സപ്പോർട്ടോട് കൂടിയാണ് നിയമമാകുന്നത്. അതിൻ്റെ ലംഘനം പണിഷബിളുമാണ്. ഇങ്ങനെ വരുമ്പോൾ 3 ഫംഗ്ഷനുകളെ ഒന്ന് നോട്ട് ചെയ്യണം. ഇതിനെ കുറിച്ച് എലാബറേറ്റ് ചെയ്ത് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാം. ഇങ്ങനെ വരുമ്പോൾ ഈ ലീഗൽ തിയറി ഓഫ് റൈറ്റ്സിൻ്റെ റൈറ്റ്സ് നമ്മൾ പരിഗണിക്കുമ്പോൾ അതിൻ്റെ കീഴിൽ 3 സ്റ്റേറ്റിന് 3 ഫംഗ്ഷനുകളുണ്ട്, 3 ധർമ്മങ്ങളുണ്ട്. എന്തൊക്കെയാണത്? ഇറ്റ് ഫോർമുലേറ്റ്സ് ആൻഡ് ഡിഫൈൻസ് റൈറ്റ്. അവകാശങ്ങളെ രൂപീകരിക്കുന്നു, എന്നിട്ട് അത് എന്താണെന്ന്, അവകാശങ്ങൾ എങ്ങനെയാണെന്ന് ഡിഫൈൻ ചെയ്യുന്നു. ഇറ്റ് റെസ്ട്രിക്ട്സ് ദയർ സ്കോപ്പ്. ആ അവകാശങ്ങളുടെ സാധ്യതകളെ, മറ്റുള്ളവരുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടാതെ എങ്ങനെ ചെയ്യാം, ഒരാൾക്ക് തൻ്റെ അവകാശം എങ്ങനെ നേടിയെടുക്കാം മറ്റുള്ളവരുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടാതെ, അങ്ങനെ അതിൻ്റെ ആ അവകാശങ്ങളുടെ സ്കോപ്പിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. And it provides the mechanism which guarantees the enjoyment of rights. അവകാശങ്ങൾ ആസ്വദിക്കാൻ, എൻജോയ് ചെയ്യാനുള്ള രീതികളെ ആ സ്റ്റേറ്റ് ഗ്യാരണ്ടി ചെയ്യുന്നു. ഓക്കെ. മൂന്നാമതായിട്ട് ദ ഹിസ്റ്റോറിക്കൽ തിയറി ഓഫ് റൈറ്റ്സ്.
നമ്മൾ നേരത്തെ പറഞ്ഞു മനുഷ്യൻ അവൻ്റെ അവകാശങ്ങളെ കാലക്രമേണ നേടിയെടുത്തതാണ്. ഹിസ്റ്ററിയാണ് അവകാശങ്ങളുടെ സോഴ്സ്, അവകാശങ്ങളെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലാതെ സ്റ്റേറ്റുകളല്ല എന്നാണ് ഈ തിയറിയുടെ ആകത്തുക. ദ തിയറി എക്സ്പ്ലെയിൻസ് ദാറ്റ് റൈറ്റ് ആർ ദി പ്രൊഡക്റ്റ് ഓഫ് ഹിസ്റ്ററി ആൻഡ് ദേ ആർ നോട്ട് ദി ക്രിയേഷൻ ഓഫ് ദി സ്റ്റേറ്റ്. ദേ ഹാവ് ദെയർ ഒറിജിൻ ഇൻ കസ്റ്റംസ് വിച്ച് വൺസ് ഫൗണ്ട് പ്രാക്ടിക്കൽ സോഷ്യൽ യൂട്ടിലിറ്റി ആൻഡ് പാസ്ഡ് ഓൺ ഫ്രം വൺ ജനറേഷൻ ടു അനദർ അൾട്ടിമേറ്റ്ലി. അപ്പോൾ ഈ അവകാശങ്ങളെ കോസ്റ്റ്യൂംസിൻ്റെ ആചാരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കപ്പെട്ടതാണ്. എന്നിട്ട് അത് ജനറേഷൻ ബൈ ജനറേഷൻ ഓരോ തലമുറ മറ്റു തലമുറക്ക് കൈമാറി വന്നതാണ്. അപ്പോൾ സ്റ്റേറ്റിന് ഒരിക്കലും ഈ അവകാശങ്ങളെ തടഞ്ഞു നിർത്താനോ ഒന്നും സാധ്യമല്ല എന്നാണ് ഹിസ്റ്റോറിക്കൽ തിയറി ഓഫ് റൈറ്റ്സ്. നാലാമതായിട്ട് വരുന്ന തിയറി ദ ഐഡിയലിസ്റ്റ് തിയറി ഓഫ് റൈറ്റ്സ് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞു ഇതിന്റെ വക്താക്കൾ അവരുടെ എല്ലാ എംഫസൈസും നൽകുന്നത് സ്റ്റേറ്റിനാണ്. അപ്പോൾ ഒരു വ്യക്തി അവന്റെ എന്ത് ആവശ്യങ്ങളും അവകാശങ്ങളും സ്റ്റേറ്റിന്റെ ആൾത്താരയിൽ സാക്രിഫൈസ് ചെയ്യണം, ത്യജിക്കണം. The idealists put all the emphasis on the state and were always ready and willing to sacrifice everything at the altar of state. നമ്മൾ ആദ്യം പറഞ്ഞു സ്റ്റേറ്റിനാണ് എല്ലാ തരത്തിലുള്ള ഊന്നലും നൽകുന്നത്. അവർ ഏതവസ്ഥയിലും സ്റ്റേറ്റിന്റെ ആൾത്താരയിൽ അവർ എന്തും സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാവും. അങ്ങനെ വരുമ്പോൾ ഇതനുസരിച്ച് റൈറ്റ്സ് ആർ എക്സ്റ്റേണൽ കണ്ടീഷൻസ് എസെൻഷ്യൽ ടു മാൻ റിയൽ ഡെവലപ്മെന്റ്. ഒരു വ്യക്തിയുടെ റിയൽ ആയിട്ടുള്ള ഡെവലപ്മെന്റിനായിട്ടുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള പുറമേ നിന്നുള്ള കണ്ടീഷൻസ് ആണ് അവകാശങ്ങൾ എന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഇഫ് ദർ ഇസ് എനി കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദ സ്റ്റേറ്റ് ആൻഡ് ദി ഇൻഡിവിജ്വൽ ദ ലാറ്റർ ഹാസ് ടു സബ്മിറ്റ്. ഒരു വ്യക്തിയും സ്റ്റേറ്റും തമ്മിൽ വല്ല തരത്തിലുമുള്ള സംഘടനകളും ഉണ്ടാവുകയാണെങ്കിൽ ഇൻഡിവിജ്വൽസ് കീഴ്പ്പെടേണ്ടതായിട്ടുണ്ട്, വ്യക്തികൾ കീഴ്പ്പെടേണ്ടതായിട്ടുണ്ട്. അഞ്ചാമത്തെ തിയറി സോഷ്യൽ വെൽഫെയർ തിയറി ഓഫ് റൈറ്റ്സ് ആണ്. ഇതിന്റെ വക്താക്കൾ അവകാശപ്പെടുന്നത് ദ തിയറി അഡ്വക്കേറ്റ്സ് ദാറ്റ് റൈറ്റ്സ് ആർ കണ്ടീഷൻസ് ഓഫ് സോഷ്യൽ വെൽഫെയർ. സാമൂഹിക നന്മക്കായിട്ടുള്ള സാഹചര്യങ്ങളാണ് അവകാശങ്ങൾ എന്നാണ്. റൈറ്റ്സ് ആർ ദി ക്രിയേഷൻ ഓഫ് ദി സൊസൈറ്റി. റൈറ്റ്സുകളെ രൂപീകരിക്കുന്നത് സൊസൈറ്റിയുമാണെന്നാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു ലാസ്കി റൈറ്റ്സ് ആർ ദോസ് കണ്ടീഷൻസ് വിച്ച് കോൺട്രിബ്യൂട്ട് ടു ദ കോമൺ ഗുഡ്. കോമൺ ഗുഡിന് സംഭാവന നൽകുന്ന സാഹചര്യങ്ങളാണ് റൈറ്റ്സ് എന്നാണ് ലാസ്കി പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ തിയറി ഓഫ് റൈറ്റ്സ് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഡ്യൂട്ടീസ് ആണ്. റൈറ്റ്സും ഡ്യൂട്ടീസും നമ്മൾ ആദ്യം പറഞ്ഞു, റൈറ്റ്സും ഡ്യൂട്ടീസും ഗോ സൈഡ് ബൈ സൈഡ്, ഒരേ ആംഗിളിലാണ് സഞ്ചരിക്കുന്നത്. ഇപ്പൊ എനിക്കൊരു അവകാശം, ജീവിക്കാനുള്ള അവകാശമുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പൊ ഞാൻ അയാൾക്ക് ജീവിക്കാനുള്ള അവകാശത്തെ അംഗീകരിച്ചു കൊടുക്കണം. അത് അയാൾക്ക് കിട്ടേണ്ട അവകാശമാണ്. അപ്പൊ എനിക്ക് ഒരേ സമയത്ത് അവകാശവുമുണ്ട് ഡ്യൂട്ടിയുമുണ്ട്. രണ്ടും പരസ്പര പൂരകങ്ങളാണ്. നമ്മൾ ആദ്യം പറഞ്ഞു വെച്ചതാണ്. അത് ഡ്യൂട്ടീസിനെ കുറിച്ച് നമുക്ക് കൂടുതൽ നോക്കാം. ഇനി ഡ്യൂട്ടിയുടെ മീനിങ് എന്താണ്? നമ്മൾ ആദ്യം പറഞ്ഞതാണ് അതൊക്കെ. ഡ്യൂട്ടി മേ ബി ഡിഫൈൻഡ് ആസ് എൻ ഒബ്ലിഗേഷൻ, ഒരു കടമയാണ്. നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കാൻ ചില കടമകളുണ്ട്. അതൊക്കെയാണ് ഡ്യൂട്ടീസ്. വിത്തൗട്ട് ഡ്യൂട്ടീസ് ദർ ക്യാൻ ബി നോ റൈറ്റ്സ്. ഡ്യൂട്ടീസ് ഇല്ലെങ്കിൽ അവിടെ റൈറ്റ്സ് ഇല്ല. കാരണം എൻ്റെ ഡ്യൂട്ടിയാണ്, ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞല്ലോ, മറ്റൊരാളെ ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ളത്. അപ്പൊ ഞാൻ അയാൾക്ക് ജീവിക്കാനുള്ള അനുവദിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ റൈറ്റ്സിന് റെസ്ട്രിക്ഷൻസ് വരികയാണ്. ഓക്കെ, അപ്പോൾ ദിസ് ഇംപ്ലൈസ് സർട്ടൻ ഡൂസ് ആൻഡ് ഡോൺസ്. നമ്മൾ ചിലത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ചിലത് ചെയ്യാതിരിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനെയൊക്കെ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. മൈ റൈറ്റ് ഓഫ് ലിവിങ് ഇൻവോൾവ്സ് മൈ ഡ്യൂട്ടി ടു ദ ഫെലോ മാൻ ടു അലോ ദം ദ സെയിം കണ്ടീഷൻ ഓഫ് ലൈഫ്. ഓക്കെ, ഇതൊക്കെയാണ് ഡ്യൂട്ടീസിന്റെ മീനിങ് ആയിട്ട് വരുന്നത്. ഇനി കൈൻഡ്സ് ഓഫ് ഡ്യൂട്ടീസ് ആണ്. നമ്മൾ റൈറ്റ്സ് പറയുന്നിടത്തും റൈറ്റ്സിനെ രണ്ടായിട്ട് തിരിച്ചിരുന്നു, ലീഗൽ റൈറ്റ്സും മോറൽ റൈറ്റ്സും. അതുപോലെ തന്നെയാണ് മോറൽ ഡ്യൂട്ടീസും ഉണ്ട്, ലീഗൽ ഡ്യൂട്ടീസും ഉണ്ട്. മോറൽ ഡ്യൂട്ടിയുടെ ചെറിയൊരു ഡെഫിനിഷൻ: എ മോറൽ ഡ്യൂട്ടി ഈസ് ബേസ്ഡ് അപ്പോൺ മോറൽ ഫൗണ്ടേഷൻ ഓർ എൻ എത്തിക്കൽ കൺസിഡറേഷൻസ്. നിയമത്തിന്റെ സാധ്യത ഒന്നും ഉണ്ടാവില്ല, പക്ഷേ അതിന് ആളുകൾക്കിടയിൽ പ്രിവൈലിംഗ് ആയിട്ടുള്ള ആളുകൾക്കിടയിൽ പ്രചാരത്തിലുള്ള കസ്റ്റംസിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും മോറൽ ഡ്യൂട്ടി വരിക. അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞത് ഒരു അമ്മയുടെയും അച്ഛന്റെയും ഉദാഹരണമായിരുന്നു. അത് തന്നെ നമുക്ക് ഇവിടെ പറയാം. അപ്പൊ മകന്റെ ഒരു ഡ്യൂട്ടിയാണ് മാതാപിതാക്കളെ ബഹുമാനിക്കുക, മോറലി, ലീഗലി അല്ല. ഇനിയിപ്പം ബഹുമാനിച്ചില്ല എന്ന് വെച്ചിട്ട് അത് പണിഷബിൾ ആവുന്നില്ല. അപ്പോൾ അവന്റെ ഒരു ഡ്യൂട്ടിയാണ് മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നുള്ളത്. പക്ഷെ അത് മോറലി മാത്രമാണ്.
ലീഗലി അല്ല. ഇതാണ് മോറൽ ഡ്യൂട്ടിയുടെ എക്സാമ്പിൾ. The laws of the state may not necessarily support a moral duty. നമ്മുടെ ലീഗൽ സിസ്റ്റം ഉറപ്പായിട്ടും മോറൽ ഡ്യൂട്ടിയെ സപ്പോർട്ട് ചെയ്യണമെന്നൊന്നുമില്ല. അതിന് സാങ്ഷൻ നൽകുന്നത് മോറൽ ഒപ്പീനിയൻ ഓഫ് ദ കമ്മ്യൂണിറ്റിയാണ്. അതേസമയത്ത് ലീഗൽ ഡ്യൂട്ടീസിന് അനുമതി നൽകുന്നത്, അതിന്റെ സാങ്ഷൻ നൽകുന്നത് ലോസ് ഓഫ് ദി സ്റ്റേറ്റ് ആണ്. അതിന്റെ ലംഘനം പണിഷബിളുമാണ്. A legal duty is imposed by the state. ഒരു സ്റ്റേറ്റ് ചുമത്തുന്നതാണ് ലീഗൽ ഡ്യൂട്ടി. ആൻഡ് എൻഫോഴ്സ്ഡ് ബൈ ദ കോർട്ട് ഓഫ് ലോ. കോർട്ട് ഓഫ് ലോ ആണ് അതിന് എൻഫോഴ്സ്മെന്റ് നൽകുന്നത്. കോർട്ട് ഓഫ് ലോ ഊന്നൽ നൽകിയിട്ട് ഒരു രാഷ്ട്രം വ്യക്തികൾക്ക് മേൽ ചുമത്തുന്നതാണ് ലീഗൽ ഡ്യൂട്ടി. ദ ബ്രീച്ച് ഓഫ് ഇറ്റ് ഈസ് ലീഗലി പണിഷബിൾ. ഓക്കെ. ഇനി ഡ്യൂട്ടീസ് ഓഫ് സിറ്റിസൺസ്. ഒരു വ്യക്തി ചെയ്യേണ്ട കടമകൾ എന്തൊക്കെയാണ്? ഒരു വ്യക്തിയുടെ ഡ്യൂട്ടികൾ എന്തൊക്കെയാണ്? പ്രധാനമായും 5 ഡ്യൂട്ടികൾ ഇവിടെ പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് അലിജൻസ് ഓഫ് ദി സ്റ്റേറ്റ്. രണ്ടാമത് പേയ്മെന്റ് ഓഫ് ടാക്സസ്, പ്രോപ്പർ എക്സർസൈസ് ഓഫ് വോട്ട്. ബിസൈഡ്സ് every citizen is expected to preserve himself and protect his health. എന്താണ് അലിജൻസ് ടു ദി സ്റ്റേറ്റ്? നമ്മുടെ രാഷ്ട്രത്തോട്, ഏത് രാഷ്ട്രത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, ആ രാഷ്ട്രത്തിനോട് നമ്മളൊരു കൂറ് പുലർത്തണം. എവറി സിറ്റിസൺ ഷുഡ് ഓവേ അലിജൻസ് ടു ദി സ്റ്റേറ്റ് ഹി ബിലോങ്സ്. ദിസ് എംപ്ലൈസ് ഡ്യൂട്ടി ഓഫ് ഡിഫെൻഡിങ് ദ സ്റ്റേറ്റ് ഇൻ കേസ് ഓഫ് വാർ. ഒരു യുദ്ധം വന്നാൽ ആ രാഷ്ട്രത്തിനെ തൊട്ട് മറ്റ് രാഷ്ട്രത്തെ ഡിഫെൻഡ് ചെയ്യാനുള്ളത് ഒരു വ്യക്തിയുടെ ഡ്യൂട്ടിയാണ്. എ സ്റ്റേറ്റ് ക്യാൻ കോൾ അപ്പോൺ എനി സിറ്റിസൺസ് to take up arms in its defense. ഒരു രാഷ്ട്രത്തിന്റെ ഡിഫൻസിന് ആവശ്യം വരുമ്പോൾ ഒരു രാഷ്ട്രത്തിന് അവിടുത്തെ സിറ്റിസൺസിനെ വിളിക്കാനുള്ള അവകാശമുണ്ട്. അതാണ് ഒന്നാമതായിട്ട് വരുന്ന ഡ്യൂട്ടി. രണ്ടാമത് അതിന്റെ കീഴിൽ തന്നെ വരുന്നതാണ് ടു ഒബേ ലോസ്. ഒരു രാഷ്ട്രം നടപ്പാക്കിയിട്ടുള്ള നിയമങ്ങളെ അംഗീകരിക്കണം, അനുസരിക്കണം. രണ്ടാമത് പേയ്മെന്റ് ഓഫ് ടാക്സസ് ആണ്. നമ്മൾ ടാക്സുകൾ അടക്കണം. കാരണം അഡ്മിനിസ്ട്രേഷൻ ഇൻവോൾവ്സ് എക്സ്പെൻഡിച്ചർ. ഒരു രാഷ്ട്രം തീർച്ചയായും അതിൻ്റെ അഡ്മിനിസ്ട്രേഷന് ചെലവുകൾ ആവശ്യമുണ്ട്. അപ്പം ചെലവുകൾ ആരെ കൊടുക്കേണ്ടത്? ചെലവ് കണ്ടെത്താനുള്ള തുക നമ്മളാണ്, ആ രാഷ്ട്രത്തിലെ സിറ്റിസൺസ് ആണ് അടയ്ക്കേണ്ടത്. ഇറ്റ് ഈസ് അക്കോർഡിംഗ്ലി ദ ഡ്യൂട്ടി ഓഫ് എവറി സിറ്റിസൺസ് ടു പേ ടാക്സസ് promptly. Taxes have been held in all countries to be compulsory contribution and becomes a legal duty of every citizens to pay them. എല്ലാ രാഷ്ട്രത്തിലുമുണ്ട് ഈ പേയ്മെന്റ് ഓഫ് ടാക്സ് സിസ്റ്റം. കാരണം ഒരു രാഷ്ട്രത്തിന് തീർച്ചയായും ചെലവുകളുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് അടയ്ക്കേണ്ട, ഓരോ രാഷ്ട്രവും എത്ര തുകയാണോ പറയുന്നത് അത് അടയ്ക്കേണ്ടത്, അത് പേ ചെയ്യേണ്ടത് ഓരോ സിറ്റിസൺസിന്റെയും ഡ്യൂട്ടിയാണ്. മൂന്നാമത് പ്രോപ്പർ എക്സർസൈസ് ഓഫ് വോട്ട്. കൃത്യമായി വോട്ട് ചെയ്യണം. In a democratic state, all the adult citizens subject to certain qualifications enjoy the right to vote. It is sacred duty of every citizen to exercise his franchise judiciously. There can be no good government unless the electors regard the vote as sacred trust. നമ്മളൊരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ഒരു വ്യക്തി തീർച്ചയായും വോട്ട് ചെയ്തിരിക്കണം. കാരണം അങ്ങനെ വരുമ്പോൾ മാത്രമേ ഒരു ഗുഡ് ഗവൺമെന്റ് നിലവിൽ വരികയുള്ളൂ. ഓരോ വ്യക്തികളും വോട്ടിനെ കൃത്യമായി ഉപയോഗപ്പെടുത്തുമ്പോൾ മാത്രമാണ് ഗുഡ് ഗവൺമെന്റ് നിലവിൽ വരുന്നത്. അപ്പോൾ മാത്രമാണ് ഒരു രാഷ്ട്രം പൂർണ്ണാർത്ഥത്തിൽ ജനാധിപത്യമാകുന്നത്. അതിനു വേണ്ടിയിട്ട് വോട്ടിനെ കൃത്യമായി ഉപയോഗപ്പെടുത്തൽ ഓരോ സിറ്റിസൺസിന്റെയും ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ ഇതിന്റെ കീഴിൽ വരുന്നതാണ് റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് മത്സരിക്കുക. ആൻഡ് ഓൾസോ സിറ്റിസൺസ് ആർ എക്സ്പെക്റ്റഡ് ടു ഓഫർ ദംസെൽവ്സ് ടു സ്റ്റാൻഡ് ഫോർ എലക്ഷന് നിൽക്കാൻ ഓരോ വ്യക്തിയിൽ നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. അതും ഇതിന്റെ കീഴിൽ വരുന്നത് തന്നെയാണ്. എന്നിട്ട് എലക്ട് ചെയ്യപ്പെടുന്ന ആളുകൾ അവർക്ക് നൽകപ്പെട്ട ഡ്യൂട്ടിയെ അവർ കൃത്യമായി നിർവഹിക്കുകയും വേണം. പിന്നെ വരുന്ന ഡ്യൂട്ടി, ഓരോ വ്യക്തിയും അവനെ തന്നെ സംരക്ഷിക്കുകയും അവൻ്റെ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യുകയും വേണം. അവൻ്റെ കൂടെയുള്ളവരുടെ ഗുഡ് സിറ്റിസൺ ഷുഡ് ലിവ് ഇൻ പീസ്. വളരെ സമാധാനപരമായിട്ടും മറ്റുള്ളവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്തുകൊണ്ടും ആണ് ഒരു സമൂഹത്തിൽ ജീവിക്കേണ്ടത്. അതും ഒരു വ്യക്തിയുടെ ഡ്യൂട്ടിയാണ്. പിന്നെ ഇറ്റ് ഈസ് ഓൾസോ ഹിസ് ഡ്യൂട്ടി ടു കോപ്പറേറ്റ് വിത്ത് ദ പബ്ലിക് ഒഫീഷ്യൽസ് ഇൻ ദ ഡിസ്ചാർജ് ഓഫ് ദെയർ ഡ്യൂട്ടീസ്. പബ്ലിക് ഒഫീഷ്യൽസ്, പൊതുപ്രവർത്തകർ, ഇപ്പം ഗവൺമെന്റ് ഓഫീസേഴ്സ് അവരുടെ ഡ്യൂട്ടി നിർവഹണത്തിൽ അവരോട് സഹകരിക്കലും ഒരു വ്യക്തിയുടെ ഡ്യൂട്ടിയാണ്. ദ സിറ്റിസൺസ് ആർ എക്സ്പെക്റ്റഡ് ടു റെസിസ്റ്റ് ഇൻജസ്റ്റിസ് ഫ്രം എനി ക്വാർട്ടർ.
ഏത് ദിക്കിൽ നിന്ന് വരുന്ന എല്ലാ അർത്ഥത്തിലും ഇൻജസ്റ്റിസിന്, അനീതികളെ തടുക്കലും ഓരോ വ്യക്തിയുടെയും ഡ്യൂട്ടിയാണ്. മാത്രവുമല്ല, കോസ് ഓഫ് ഹ്യൂമാനിറ്റി, ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി, ഇതിനൊക്കെ വേണ്ടിയിട്ട് മനുഷ്യത്വത്തിന് വേണ്ടിയിട്ടും ഇന്റർനാഷണൽ സെക്യൂരിറ്റിക്കും പീസിനും വേണ്ടി അവൻ്റെ കഴിവിൻ്റെ പരമാവധി അവൻ്റെ സംഭാവനകൾ അർപ്പിക്കലും ഒരു വ്യക്തിയുടെ ഡ്യൂട്ടിയാണ്. ഇനി അടുത്തൊരു ടോപ്പിക്, ഡ്യൂട്ടീസ് ഓഫ് ദി സ്റ്റേറ്റ്. നമ്മളിപ്പോൾ പറഞ്ഞത് ഓരോ വ്യക്തിയുടെയും ഡ്യൂട്ടിയാണ്. ഇനി ഒരു സ്റ്റേറ്റിൻ്റെ ഡ്യൂട്ടി, ഒരു രാഷ്ട്രത്തിൻ്റെ ഡ്യൂട്ടി എന്താണ് എന്നാണ്. ഓരോ സ്റ്റേറ്റിനും അന്തർലീനമായ ചില ഡ്യൂട്ടീസ് ഉണ്ട്. അപ്പോൾ ദ മോഡേൺ സ്റ്റേറ്റ് ഈസ് എ വെൽഫെയർ സ്റ്റേറ്റ്. പൊതുനന്മക്കായുള്ള സ്റ്റേറ്റുകളാണ് ഇന്നത്തെ മോഡേൺ സ്റ്റേറ്റുകളൊക്കെയും. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദി സ്റ്റേറ്റ് ടു സെക്യൂർ എക്വിറ്റി, ജസ്റ്റിസ് ആൻഡ് ഹാപ്പിനെസ് ഫോർ ഓൾ ഇറ്റ്സ് സിറ്റിസൺസ്. അപ്പോൾ ഓരോ രാഷ്ട്രത്തിൻ്റെയും ഡ്യൂട്ടിയാണ് ധർമ്മത്തെയും നീതിയെയും സന്തോഷത്തെയും എല്ലാ വ്യക്തികൾക്കും, എല്ലാ പൗരന്മാർക്കും ഉറപ്പുവരുത്തുക എന്നുള്ളത്. ദ സ്റ്റേറ്റ് ഷുഡ് എയിം അറ്റ് ദ റിയലൈസേഷൻ ഓഫ് ദി ഹയസ്റ്റ് നാഷണൽ വെൽബീയിങ്. അപ്പോൾ രാഷ്ട്രം എയിം ചെയ്യേണ്ടത്, രാഷ്ട്രം ലക്ഷ്യം വെക്കേണ്ടത് നാഷണൽ വെൽബീയിങ്ങിനായിട്ടുള്ള ഹയസ്റ്റ് റിയലൈസേഷനാണ്. അപ്പോൾ ഏറ്റവും നാഷണൽ വെൽബീയിങ്ങിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതായിരിക്കണം ഒരു രാഷ്ട്രത്തിൻ്റെ പ്രിയോറിറ്റി. So, this state has to undertake a number of welfare measures to secure a good life to its citizens. ഇതൊക്കെയാണ് ഡ്യൂട്ടീസ് ഓഫ് ദി സ്റ്റേറ്റ്. ഇനി അടുത്ത വരുന്ന ടോപ്പിക്, റിലേഷൻ ബിറ്റ്വീൻ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. റൈറ്റ്സും ഡ്യൂട്ടീസും തമ്മിലുള്ള ബന്ധമാണ്. അത് നമ്മൾ ആദ്യം നേരത്തെ ഒക്കെ പറഞ്ഞതാണ്. ഇനിയിപ്പോൾ അങ്ങനെ ഒരു ചോദ്യം എക്സാമിന് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ആഡ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം. റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് കോറിലേറ്റീവ് ആണ്. നമ്മൾ പറഞ്ഞതാണ് എവറി റൈറ്റ് ഹാസ് എ കറസ്പോണ്ടിങ് ഡ്യൂട്ടി ഓർ ഒബ്ലിഗേഷൻ. ഒരു അവകാശത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡ്യൂട്ടിയോ അല്ലെങ്കിൽ കടമയോ ഉണ്ട്. ഇപ്പോൾ ഒരാൾക്ക് ഒരു റൈറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും അയാൾക്ക് അപ്പോഴത്തൊരു ഡ്യൂട്ടി ഉണ്ട്. Without duties there can be no rights. They are like the two sides of same coin. ഒരേ കോയിന്റെ രണ്ട് ടു സൈഡുകൾ പോലെയാണ് റൈറ്റ്സും ഡ്യൂട്ടീസും. They are the same conditions seen from the different angles. വ്യത്യസ്ത കോണുകളിൽ നിന്ന് വ്യത്യസ്ത കോണുകളിൽ നിന്ന് ഒരേ അവസ്ഥ തന്നെയാണ്, പക്ഷെ വ്യത്യസ്ത കോണുകളിൽ നിന്ന് നോക്കുമ്പോഴാണ് ഒന്ന് ഡ്യൂട്ടിയും ഒന്ന് റൈറ്റും ആകുന്നത്. ഇവിടെ ഒരു പ്രോവർബ് പറയുന്നുണ്ട്, ഡു അൺടു അതേഴ്സ് ആസ് യു വിഷ് ടു ബി ഡൺ ബൈ. നിങ്ങൾ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് എന്ത് കിട്ടണമെന്നാണോ ആഗ്രഹിക്കുന്നത്, അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോട് പെരുമാറുക. പിന്നെ അപ്പോൾ എ പേഴ്സൺ ഹാസ് സർട്ടൻ റൈറ്റ്സ് ബിക്കോസ് ഹി പെർഫോംസ് സർട്ടൻ ഡ്യൂട്ടീസ്. ഒരു വ്യക്തിക്ക് ചില റൈറ്റ്സുകളുണ്ട് കാരണം അയാൾ ചില ഡ്യൂട്ടികൾ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് നെക്സ്റ്റ് പറയുന്നത്, ഇറ്റ് ഈസ് ഓൾസോ ദ ഡ്യൂട്ടി ഓഫ് എവറി സിറ്റിസൺ ടു ഹെൽപ്പ് ദ സ്റ്റേറ്റ് ടു അക്കംപ്ലിഷ് ഇറ്റ്സ് മിഷൻ. ഒരു രാഷ്ട്രത്തിന്റെ മിഷൻ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ വ്യക്തികളും അതിൽ പങ്കുചേരൽ, അതിനായിട്ടുള്ള സഹായങ്ങൾ നൽകൽ ഓരോ വ്യക്തിയുടെയും അവകാശമാണ്. അപ്പോൾ ഒരു സ്റ്റേറ്റിന്റെ ഡ്യൂട്ടി എന്താ? ദ ഫംഗ്ഷൻ ഓഫ് ദി സ്റ്റേറ്റ് ഇറ്റ് ഈസ് ടു ക്രിയേറ്റ് ദ അറ്റ്മോസ്ഫിയർ ഇൻ വിച്ച് മാൻ ഡെവലപ്പ് ടു ഹിസ് ഫുൾ സ്റ്റാച്ചർ. ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ട് ഡെവലപ്പ് ആകാനുള്ള കണ്ടീഷനുകൾ ഒരുക്കി കൊടുക്കുക എന്നത് ഒരു രാഷ്ട്രത്തിന്റെ ഫംഗ്ഷനാണ്, ഒരു രാഷ്ട്രത്തിന്റെ ഡ്യൂട്ടിയാണ്. അടുത്തത് കൺസെപ്റ്റ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. മനുഷ്യാവകാശങ്ങളെ കുറിച്ചുള്ള കൺസെപ്റ്റ്, അതെങ്ങനെയാണ് വരുന്നത്, അത് എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ഈ ടോപ്പിക്കിൽ ചർച്ച ചെയ്യുന്നത്. മനുഷ്യന്റെ നാഗരികതയോളം പഴക്കമുണ്ട് ഹ്യൂമൻ റൈറ്റ്സ് എന്ന കൺസെപ്റ്റിന്. പക്ഷെ അതിന് ലീഗലി ആൻഡ് പൊളിറ്റിക്കലി ഇമ്പോർട്ടൻസ് വരുന്നത് ഫ്രഞ്ച് റവല്യൂഷനിലൂടെയാണ്. ഈ ഫാസിസ്റ്റ് ആൻഡ് നാസിസ്റ്റുകളൊക്കെ ചെയ്തു വെച്ച അക്രമങ്ങളുടെയും പൈശാചികതകളുടെയും കൊടിയ പീഡനങ്ങളുടെയും ഒക്കെ അനന്തരമായിട്ട് ഈ ഹ്യൂമൻ റൈറ്റ്സ് എന്ന കോൺസെപ്റ്റിന് വല്ലാതെ പ്രാമുഖ്യം നൽകപ്പെട്ടു. The United Nations put its stamp of recognition and approval of international law by issuing the Universal Declaration of Human Rights on 10th December 1948, which has since been ratified by large number of states. ഒരുപാട് സ്റ്റേറ്റുകളിൽ അംഗീകരിക്കപ്പെട്ട 1948 ഡിസംബർ 10-ന് യുണൈറ്റഡ് നേഷൻസ് ഇഷ്യൂ ചെയ്ത ലോ ഓഫ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇഷ്യൂ ചെയ്യലോടുകൂടെ യുണൈറ്റഡ് നേഷൻസ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സിനായിട്ടുള്ള മുദ്ര ചാർത്തി. ദി കോർ ഹ്യൂമൻ റൈറ്റ്സ് ഇൻക്ലൂഡ്, കോർ ആയിട്ടുള്ള പ്രധാനമായി വരുന്ന ഹ്യൂമൻ റൈറ്റ്സ് ഉൾക്കൊള്ളിക്കുന്നത് ദ റൈറ്റ് ടു റെസ്പെക്ട് ഫോർ ഹ്യൂമൻ ലൈഫ് ആൻഡ് ഡിഗ്നിറ്റി. ഒരു മനുഷ്യന്റെ ജീവിതത്തെയും അവന്റെ അന്തസ്സിനെയും ബഹുമാനിക്കാനുള്ള അവകാശം. The prohibition of serfdom, slavery, bondage, labor and torture.
സെർഫ്ഡം ആൻഡ് സ്ലാവറി, അടിമത്തത്തിനുള്ള അടിമത്ത നിരോധനം, അടിമത്തം പാടില്ല. അതുപോലെ ബോണ്ടറി ലേബർ ആൻഡ് ടോർച്ചർ, ലേബർ ബാലവേലയും അവരെ ഒരാളെ പ്രയാസപ്പെടുത്തി, ഒരു കുട്ടിയെ പ്രയാസപ്പെടുത്തി ടോർച്ചർ ചെയ്തുകൊണ്ടുള്ള ലേബർ, എന്താ പറയുക, ബാലവേല, അതിനുള്ള പ്രൊഹിബിഷൻ. മൂന്നാമതായിട്ട് ദി പ്രൊട്ടക്ഷൻ ഫ്രം ആർബിട്രറി ഡിപ്രിവേഷൻ ഓഫ് ലിബർട്ടി, അനിയന്ത്രിതമായ സ്വാതന്ത്ര്യത്തിന്റെ ഉന്മൂലനത്തിനെ തൊട്ടുള്ള പ്രൊട്ടക്ഷൻ. പിന്നെ ദി പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ റൈസ്, റിലീജിയൻ, കാസ്റ്റ് ഓർ സിമിലർ ഫാക്ടേഴ്സ്, വിവേചനമില്ലാതിരിക്കുക, മതത്തിൻ്റെയോ ജാതിയുടെയോ വർണ്ണത്തിൻ്റെയോ മറ്റേതെങ്കിലും ഫാക്ടറുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഡിസ്ക്രിമിനേഷൻ പാടില്ല. ഇതൊക്കെയാണ് കോറായിട്ട് വരുന്ന ഹ്യൂമൻ റൈറ്റ്സ്. അപ്പൊ നമ്മളിവിടെ തേർഡ് പാർട്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് വല്ല സംശയങ്ങളോ കൂടുതൽ എക്സ്പ്ലനേഷൻസ് ആവശ്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ കാണുന്ന നോട്ട്സിന്റെ PDF ആവശ്യമുള്ളവർക്കൊക്കെ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ വല്ല മാറ്റങ്ങളോ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. വല്ല അപാകതകളും തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. ഞാനും നിങ്ങളെപ്പോലെ ഡിഗ്രി 3rd ഇയർ പഠിക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ BA ഇംഗ്ലീഷ് 3rd ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. അപ്പോൾ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. 4th പാർട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യണമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം.